നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 29 ശനിയാഴ്ച. ഞാൻ എം ജയപ്രകാശ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അന്തസ്സത്തയും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് സുപ്രീംകോടതി. കവിതകളോ വിനോദകലകളോ അവതരിപ്പിച്ചതുകൊണ്ടു മാത്രം സാമുദായിക സ്പർദ്ധ ഉണ്ടാകില്ലെന്നും കോൺഗ്രസ് എംപിക്കെതിരായ കേസ് റദ്ദാക്കി സുപ്രീംകോടതി പറഞ്ഞു. മാതൃഭൂമിയും മാധ്യമവും ഉൾപ്പെടെ പ്രധാന പത്രങ്ങൾ ഇത് ലീഡ് വാർത്തയാക്കി. മ്യാൻമറിലും തായ്ലൻഡിലുമായി ഭൂകമ്പത്തിൽ 150-ലേറെ പേർ മരിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തി മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. നോക്കാം ഇന്നത്തെ പത്രത്താളുകളിലേക്ക് വിശദമായി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അന്തസ്സത്തയും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് സുപ്രീംകോടതി. പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ബഹുമാനിക്കണമെന്നും സംരക്ഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കവിതയും നാടകവും സിനിമയും ഹാസ്യവുമെല്ലാം അടങ്ങുന്ന സൃഷ്ടികളാണ് ജീവിതം അർത്ഥപൂർണമാക്കുന്നത്. റിപ്പബ്ലിക് 75 വർഷം പിന്നിടുമ്പോഴും സാഹിത്യ സൃഷ്ടികൾ ശത്രുതയുണ്ടാക്കുമെന്ന് ആരോപിക്കുന്ന തരത്തിൽ ചഞ്ചലപ്പെടരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു. കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഖഡി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച യേ ഖൂൻ കി പ്യാസി ബാത് സുനോ എന്ന കവിത മതസ്പർദ്ധയുണ്ടാക്കുന്നതും ദേശവിരുദ്ധവുമെന്ന് ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇമ്രാൻ സുപ്രീംകോടതിയിലെത്തിയത്. അഭിപ്രായ സ്വാതന്ത്ര്യം പരിഷ്കൃത സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ജസ്റ്റിസ് AS ഓക്ക അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. സർഗാത്മകതയോട് ആർക്കും ബഹുമാനമില്ലെന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ഓക്ക നിരീക്ഷിച്ചിരുന്നു. അനീതി നേരിടുമ്പോഴും അതിനെ സ്നേഹത്തോടെ അനുഭവിക്കാനാണ് കവിതയിൽ പറയുന്നതെന്ന് വിവർത്തനം വായിച്ച ശേഷം കോടതി ചൂണ്ടിക്കാട്ടി. സമാധാനത്തിന് ആഹ്വാനം ചെയ്തുള്ള സാമൂഹിക മാധ്യമ പോസ്റ്റായിരുന്നു അതെന്നും ബെഞ്ച് പറഞ്ഞു. മ്യാൻമറിലും തായ്ലൻഡിലും വൻ ഭൂചലനം, 150-ലേറെ മരണം. പ്രകമ്പനം ഇന്ത്യയിലും. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ. മ്യാൻമറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിൽ 150-ലേറെ മരണം. മ്യാൻമറിൽ മാത്രം 144 മൃതദേഹങ്ങൾ കണ്ടെത്തി. മ്യാൻമറിലാണ് കൂടുതൽ ശക്തമായ ഭൂചലനവും കനത്ത ആൾനാശവുമുണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി, പാലങ്ങൾ തകർന്നു. മ്യാൻമറിലെ മോനിവ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ശക്തമായ ഭൂചലനമുണ്ടായത്. തലസ്ഥാനമായ നൈപിഡാവ് ഉൾപ്പെടെ 6 മേഖലകളിൽ മ്യാൻമർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ശക്തമായ തുടർചലനങ്ങളുമുണ്ടായതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. ആളുകളെ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഗസൈങ് മേഖലയിലെ 90 വർഷം പഴക്കമുള്ള പാലം തകർന്നു. മണ്ഡലെ, യാങ്കോൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച റോഡ് പലയിടത്തും തകർന്നു. നൈപിഡാവിലെ നിരവധി വീടുകളും ആരാധനാലയങ്ങളും തകർന്നു. ഭൂചലനം തായ്ലാന്റിനെയും വിറപ്പിച്ചു. അവിടെ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടം തകർന്നു വീഴുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. 81 നിർമ്മാണ തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തായ്ലൻഡിനും മ്യാൻമാറിനും എന്ത് സഹായവും നൽകാനും ഇന്ത്യ സന്നദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂകമ്പത്തിന്റെ ആഘാതം നേരിയ തോതിൽ കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയ, മണിപ്പൂരിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അനുഭവപ്പെട്ടു. ചൈനയുടെയും ബംഗ്ലാദേശിലെയും വിവിധ ഭാഗങ്ങളിൽ ഭൂകമ്പം നേരിയ തോതിൽ അനുഭവപ്പെട്ടു. മാസപ്പടി വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളി ഹൈക്കോടതി. ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ സംശയം മാത്രമെന്ന് ഹൈക്കോടതി.
മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനടക്കം ആരോപണ വിധേയരായ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. മാത്യു കുഴൽനാടൻ എം.എൽ.എ. നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ. ബാബു തള്ളിയത്. ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് മാത്യു കുഴൽനാടൻ അറിയിച്ചു. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നേരത്തെ നൽകിയ പരാതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇടപാടുമായി ബന്ധപ്പെടുത്തി സംശയകരം എന്ന് കരുതാവുന്ന രേഖകൾ മാത്രമാണ് ഹർജിക്കാരൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാരണത്താൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ വിസമ്മതിച്ച വിജിലൻസ് കോടതിയുടെ നടപടിയിൽ അപാകതയില്ലെന്നും സിംഗിൾ ബെഞ്ച് വിലയിരുത്തി. അതേസമയം ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിചാരണ കോടതി പരാമർശം അനാവശ്യമെന്ന് ചൂണ്ടിക്കാട്ടിയ സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതേ പരാതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബു നൽകിയ ഹർജിയും ഹൈക്കോടതി ഇതോടൊപ്പം തള്ളിയിട്ടുണ്ട്. കമ്പനിയിലെ ഫിനാൻസ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചു എന്നല്ലാതെ കൃത്യമായ രേഖകൾ ഇതുമായി ബന്ധപ്പെടുത്തി ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇല്ലാത്ത സേവനത്തിനാണ് പ്രതിഫലം നൽകിയതെന്ന കണ്ടെത്തലും ഈ ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇടപാട് രണ്ട് കമ്പനിയും തമ്മിലാണ്. മഴക്കാലത്ത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ മുഖത്തുനിന്ന് KMML നീക്കിയ മണൽ CMRLന് നൽകാൻ ധാരണയായത് വിപണി വില കണക്കാക്കി കൃത്യമായ കരാറിൽ ഏർപ്പെട്ടിട്ടാണ്. ഇതിൽ മുഖ്യമന്ത്രി വഴിവിട്ട് ഇടപെട്ടുവെന്ന് തെളിയിക്കാൻ മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അതേസമയം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റേത് രഹസ്യരേഖയാണെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് റീഓപ്പൺ ചെയ്യാനാകില്ലെന്നുമുള്ള സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 പകരം ഇനി 3 വർഷം. കുഞ്ഞു പഠിത്തം വലുതാകും. പ്രവേശനം 3-ാം വയസ്സിൽ തന്നെ SCERT പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കും. സംസ്ഥാനത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 വർഷത്തിനു പകരം ഇനി 3 വർഷം. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സാക്കുന്നതിനൊപ്പമായിരിക്കും മാറ്റം. ഇപ്പോൾ 3 വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾ 5-ാം വയസ്സിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് 1 വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക. 2026 മുതലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 3-ാം വയസ്സിൽ തന്നെയായിരിക്കും. 3 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനുള്ള പാഠ്യപദ്ധതി SCERT രൂപപ്പെടുത്തും. വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാനുള്ള നടപടികളും ഇതിനൊപ്പം സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. പ്രീ സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി, മാനദണ്ഡങ്ങൾ എന്നിവ സംബന്ധിച്ച മാർഗരേഖയും തയ്യാറാകുകയാണ്. സ്വകാര്യ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുടെ പശ്ചാത്തലത്തിലാണിത്. പഠനം 3 വർഷമാക്കുമ്പോൾ അതിനുള്ളിൽ കുട്ടികൾ ആർജിക്കേണ്ട മികവുകൾ വ്യക്തമാക്കുന്ന പാഠ്യപദ്ധതിയാകും രൂപപ്പെടുത്തുകയെന്ന് SCERT ഡയറക്ടർ ഡോക്ടർ R.K. ജയപ്രകാശ് പറഞ്ഞു. 2013 രൂപപ്പെടുത്തിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള കളിത്തോണി എന്ന പാഠപുസ്തകമാണ് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി കുട്ടികൾ ഉപയോഗിക്കുന്നത്. വഖഫ് ഭേദഗതി ബിൽ. വിടവാങ്ങൽ വെള്ളിയിൽ കറുത്ത റിബൺ ധരിച്ച് പ്രതിഷേധം. ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപകമായി റമദാനിലെ അവസാന വെള്ളിയാഴ്ച പ്രതിഷേധ ദിനം ആചരിച്ചു. ബോർഡ് ആഹ്വാനമനുസരിച്ച് ഡൽഹി ജുമാ നമസ്കാരത്തിന് വിശ്വാസികളെത്തിയത് കറുപ്പ് റിബൺ ധരിച്ചാണ്. പാർലമെന്റിന് സമീപത്തെ പള്ളിയിൽ സമാജ്വാദി പാർട്ടി എംപിയും പള്ളി ഇമാമുമായ മുഹീബുള്ള നദ്വി, മുസ്ലിം ലീഗ് എംപിമാരായ E.T. മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ എന്നിവർ കയ്യിൽ കറുത്ത റിബൺ കെട്ടിയാണ് എത്തിയത്. വഖഫ് ബില്ല് വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന തെറ്റായ നയത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കറുത്ത റിബൺ ധരിച്ചതെന്ന് E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇന്ത്യയിലാകെ ആളിപ്പടരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാണിത്. തെറ്റായ നയം തിരുത്തുന്നതിന് എല്ലാവരുടെയും പിന്തുണ വേണം. സമരം കൊടുങ്കാറ്റുപോലെ പടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ജീവനക്കാർക്ക് DA 2% വർധന.
ക്ഷാമബത്ത അഥവാ DA 2% കൂട്ടാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി. ഈ വർഷം ജനുവരി 1 മുതൽ പ്രാബല്യമുണ്ടാകും. ഇത് ഏകദേശം 1.15 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗുണം ചെയ്യും. ജീവനക്കാർക്ക് ക്ഷാമബത്തയും പെൻഷൻകാർക്ക് ഡെയർനെസ് അലവൻസും ആണ് കൂട്ടിയത്. ഇതോടെ DA നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ പെൻഷന്റെ 55% എന്ന് മന്ത്രിസഭായോഗശേഷം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പെരുന്നാൾ അവധി റദ്ദാക്കി പരോക്ഷ നികുതി വകുപ്പും കസ്റ്റംസും. ചെറിയ പെരുന്നാൾ അടക്കം 3 ദിവസങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര പരോക്ഷ നികുതി വകുപ്പും കസ്റ്റംസും ഉത്തരവിറക്കി. മാർച്ച് 29, 30, 31 തീയതികളിൽ ആർക്കും അവധി അനുവദിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. CCO അസിസ്റ്റന്റ് കമ്മീഷണറായ സാബു സെബാസ്റ്റ്യനാണ് ഉത്തരവിറക്കിയത്. മാർച്ച് 31 ഏപ്രിൽ 1 ആണ് ചെറിയ പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത്. നോട്ടുകെട്ട് സംഭവം. ജസ്റ്റിസ് വർമ്മ അലഹബാദിലേക്ക്, ചുമതലകളിൽ വിലക്ക് തുടരും. ന്യൂഡൽഹി. ഔദ്യോഗിക വസതിയോട് ചേർന്ന സ്റ്റോർ മുറിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദത്തിലായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഔദ്യോഗിക ചുമതലകൾ തൽക്കാലം നൽകരുതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസായിരിക്കെ വിവാദത്തിൽപ്പെട്ട വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതിനു പിന്നാലെയാണ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർദ്ദേശം. അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ എതിർപ്പ് അവഗണിച്ചാണ് വർമ്മയെ കൊളീജിയം സ്ഥലം മാറ്റത്തിന് ശുപാർശ ചെയ്തത്. കേരള ഹൈക്കോടതിയിലേത് ഉൾപ്പെടെ മറ്റ് ബാർ അസോസിയേഷനുകളും എതിർത്തെങ്കിലും കൊളീജിയം നൽകിയ ശുപാർശ ഇന്നലെ രാവിലെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതിയുടെ ഉത്തരവിറങ്ങി. ഡൽഹി ഹൈക്കോടതിയിലെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയിരുന്നു. ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ്. തൊഴിലുറപ്പ് മിനിമം വേതനം 369 രൂപയാക്കി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനം കേരളത്തിൽ ഏപ്രിൽ 1 മുതൽ 369 രൂപയായി വർദ്ധിക്കും. നിലവിലേത് 346 രൂപയാണ്. ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം 4ാമതാണ്. ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന മിനിമം വേതനം 400 രൂപ. ആദ്യമായാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മിനിമം വേതനം 400 രൂപയിൽ എത്തുന്നത്. കേരള സർവകലാശാല. ഉത്തരക്കടലാസുകൾ കാണാതായി. നഷ്ടമായത് MBA വിദ്യാർത്ഥികളുടെ 71 ഉത്തരക്കടലാസുകൾ. ഫലപ്രഖ്യാപനം വൈകിയത് 2.5 വർഷം. കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായി. മൂല്യനിർണ്ണയം നടത്താൻ ഒരു അധ്യാപകന് നൽകിയ പ്രൊജക്ട് ഫിനാൻസ് എന്ന വിഷയത്തിന്റെ 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. 5 കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടവയിലുണ്ട്. വിവരം പുറത്തുവിടാതെ വീണ്ടും പരീക്ഷ നടത്താൻ സർവകലാശാല തീരുമാനിച്ചു. ഇതിനുള്ള അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവം പുറത്തുവരുന്നത്. MBA അവസാന സെമസ്റ്ററിലെ 71 വിദ്യാർത്ഥികൾക്കാണ് പ്രത്യേക പരീക്ഷ നടത്തുന്നത്. MBA വിദ്യാർത്ഥികളുടെ അവസാന സെമസ്റ്റർ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായതെന്നാണ് വിവരം. 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകേണ്ട കോഴ്സിന്റെ ഫലപ്രഖ്യാപനം 2.5 വർഷമായിട്ടും നടത്തിയിരുന്നില്ല. പരീക്ഷാഫലം വൈകുന്നതിന്റെ കാരണം സർവകലാശാല വിശദീകരിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഏപ്രിൽ 7 വീണ്ടും പരീക്ഷ നടത്തുന്നുവെന്ന് കാണിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചത്. മൂല്യനിർണ്ണയം കഴിഞ്ഞ് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടുപോയി എന്ന് അധ്യാപകൻ സർവകലാശാലയെ അറിയിച്ചുവെന്നാണ് വിവരം. ഇക്കാര്യം സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു. സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരീക്ഷ നടത്താൻ നിശ്ചയിച്ചത്. എമ്പുരാൻ. BJPയിൽ വിമർശനം. എവിടെയായിരുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ? എമ്പുരാൻ സിനിമയുടെ സെൻസറിംഗിൽ വീഴ്ച പറ്റിയതായി BJP കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. സിനിമയിലെ ചില പരാമർശങ്ങൾ മാറ്റാൻ നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു വിമർശനം. RSS നേതാക്കളും എമ്പുരാനെതിരെ പരസ്യമായി രംഗത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിനെതിരെ പരസ്യപ്രചാരണം വേണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതേസമയം എമ്പുരാൻ സിനിമയ്ക്ക് അനുകൂലമായി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെയും സിനിമയെ സിനിമയായി കാണാൻ കഴിയണമെന്ന് പ്രതികരിച്ച MT രമേശിനെയും
സമൂഹമാധ്യമങ്ങളിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾ വിമർശിച്ചു. സിനിമയ്ക്കെതിരെ പ്രചാരണമില്ലെന്നും നടക്കുന്നത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണെന്നുമുള്ള ബി.ജെ.പി. കോർ കമ്മിറ്റി നിലപാട് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചർച്ച ചെയ്തിട്ടില്ലെന്ന് പി. സുധീർ. കോർ കമ്മിറ്റി യോഗത്തിൽ എമ്പുരാൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സുധീർ അറിയിച്ചു. ചർച്ച നടന്നുവെന്ന് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള SFIO നീക്കവും ഇനി ബാക്കി. അതേസമയം CPM-ന് ആശ്വാസം. ഇനി നിർണായകം ഡൽഹി എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കും CPM-നും ആശ്വാസകരമാണെങ്കിലും അടുത്ത മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡൽഹി ഹൈക്കോടതി വിധിയാണ് കേസിൽ നിർണായകമാവുക. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പ്രോസിക്യൂഷൻ അനുമതി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം തത്വത്തിൽ നൽകിയെന്നാണ് വിവരം. എന്നാൽ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജിക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായാൽ അന്വേഷണ റിപ്പോർട്ട് തന്നെ തൽക്കാലം അസ്ഥിരപ്പെടും. നിയമതടസ്സം മറികടക്കാതെ പ്രോസിക്യൂഷൻ നടപടിയും സാധ്യമാകില്ല. കോടതി വിധി മറിച്ചായാൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ തിരിച്ചടിയുണ്ടാകും. SFIO അന്വേഷണത്തിനെതിരെ ബാംഗ്ലൂരു ഹൈക്കോടതിയിൽ വീണ വിജയൻ നൽകിയ അപ്പീൽ ഹർജി കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. 2024 ഫെബ്രുവരിയിൽ തന്റെ ഹർജി തള്ളിയതിനെതിരെ 5 മാസത്തിന് ശേഷമാണ് വീണ അപ്പീൽ നൽകിയത്. അപ്പീൽ നൽകേണ്ട സമയപരിധി കഴിഞ്ഞെന്ന നിയമതടസ്സമുള്ളതിനാലാണ് കോടതി പരിഗണിക്കാത്തത്. വീണയുടെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള SFIOയുടെ നീക്കവുമാണ് ഇനി കേസിൽ നിയമപരമായി ബാക്കിയുള്ളത്. ഡൽഹി ഹൈക്കോടതി 3 മാസം മുൻപാണ് ഒടുവിൽ കേസ് പരിഗണിച്ചത്. അന്വേഷണ റിപ്പോർട്ട് തയ്യാറായെന്ന് അന്ന് SFIO കോടതിയെ അറിയിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ റിവിഷൻ ഹർജി തള്ളിയ ഹൈക്കോടതി വിധി ഈ ഘട്ടത്തിൽ CPM-ന് 2 തരത്തിൽ ആഹ്ലാദകരമാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പാർട്ടിയെ രാഷ്ട്രീയമായും പ്രതിരോധത്തിലാക്കിയ കേസിൽ വിജയം അവകാശപ്പെടാം. പാർട്ടിയുടെ കണ്ണിലെ കരടായ കുഴൽനാടനാണ് പരാജയപ്പെട്ടതെന്നതാണ് രണ്ടാമത്തേത്. പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തന്റെ ദൗത്യമാണ് നിർവഹിച്ചതെന്നും സുപ്രീംകോടതി വരെ പോയി നിയമപോരാട്ടം തുടരുമെന്നുമാണ് കുഴൽനാടന്റെ നിലപാട്. എന്നാൽ രാജ്യത്തെ സുപ്രധാന ഏജൻസിയായ SFIO അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം അധികാരമുള്ളതും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളതുമായ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് ബുദ്ധിയായോ എന്ന വിമർശനമുണ്ട്. SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റന്വേഷണങ്ങൾക്ക് പ്രസക്തിയുണ്ടാകാറില്ല. അഴിമതി ആരോപിക്കാൻ തെളിവുകൾ ഹാജരാക്കിയില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. സ്വർണം പവന് 66,720 രൂപ. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ വീണ്ടും സ്വർണം. വെള്ളിയാഴ്ച ഗ്രാമിന് ഒറ്റയടിക്ക് 105 രൂപ വർദ്ധിച്ച് 8,340 രൂപയും പവന് 840 രൂപ വർദ്ധിച്ച് 66,720 രൂപയുമായി. നിലവിലെ വില അനുസരിച്ച് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങാൻ GST ഉൾപ്പെടെ 72,400 രൂപ നൽകണം. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന്റെ വില $3,075. രൂപയുടെ വിനിമയ നിരക്ക് 85.61. 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 6,840 രൂപയിലെത്തി. ഇതും സർവകാല റെക്കോർഡാണ്. തീരുവ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇന്ത്യ. ബദാം, വാൾനട്ട്, ക്രാൻബെറി, പിസ്ത തുടങ്ങി ഒട്ടേറെ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചേക്കും. ഏപ്രിൽ 2-ന് US-ന്റെ പകരച്ചുങ്കം നടപ്പാകും മുൻപ് ഇന്ത്യ ഒട്ടേറെ US ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേക്കുമെന്ന് സൂചന. US തുടങ്ങിവെച്ച തീരുവ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിത്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബദാം, വാൾനട്ട്, ക്രാൻബെറി, പിസ്ത തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. US വ്യാപാര പ്രതിനിധി ബ്രൈഡൽ ലിഞ്ചുമായി ഡൽഹിയിൽ നടത്തിയ വ്യാപാര ചർച്ചകളിൽ ഇക്കാര്യം തീരുമാനിച്ചതായാണ് സൂചന. ഉഭയകക്ഷി വ്യാപാര കരാർ വഴി
തീരുവ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. യു.എസിന് അനുകൂലമായ തീരുമാനങ്ങളിലൂടെ ഇന്ത്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ലഭിക്കുമോയെന്നും നോക്കുന്നുണ്ട്. വ്യാപാര കരാർ ചർച്ചകൾ നന്നായി പുരോഗമിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. വമ്പൻ തീരുവ ചുമത്തുന്ന രാജ്യമെന്നാണ് യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ പലപ്പോഴും വിശേഷിപ്പിച്ചത്. യു.എസിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ തീരുവ കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യ കുറച്ചിരുന്നു. ബർബൻ വിസ്കി മുതൽ വില കൂടിയ ബൈക്കുകൾ വരെ ഇതിലുൾപ്പെടും. ഇതിനു പുറമെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനും ടെസ്ലയ്ക്കും ഇന്ത്യയിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. യു.എസ് താരിഫിനെക്കുറിച്ച് ഇന്നലെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ചോദിച്ചപ്പോൾ പീയൂഷ് ഗോയൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകും എന്നാണ് പറഞ്ഞത്. യു.എസ് വ്യാപാരത്തിൽ സർക്കാർ ഇതുവരെ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് 45-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. നടന്നത് അതിക്രൂരമായ റാഗിംഗ് എന്ന പോലീസ്. പരമാവധി ശിക്ഷ നൽകണമെന്നും ആവശ്യം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗിൽ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 45-ാം ദിവസത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കോടതി കുറ്റപത്രം സ്വീകരിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗാന്ധിനഗർ എസ്.എച്ച്.ഒ. ടി. ശ്രീജിത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറ്റപത്രം തയ്യാറായിരുന്നെങ്കിലും ഏറെ പ്രമാദമായ കേസായതിനാൽ നിയമോപദേശം ഉൾപ്പെടെ തേടിയ ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജിലധികമുള്ള കുറ്റപത്രത്തിൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, രാഹുൽ രാജ്, റിജിൽ, വിവേക്, ജീവ എന്നിവരാണ് പ്രതികൾ. പഴുതടച്ച അന്വേഷണമാണ് നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കേസിൽ 40 സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരെ സീനിയേഴ്സായ 5 വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിനാണ് വിധേയമാക്കിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നവംബർ മുതൽ 4 മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചത്. ഇരകളായവർ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ പ്രതികൾ അതുകണ്ട് ആനന്ദിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും പ്രതികൾ ആഘോഷിച്ചെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് റാഗിങ്ങിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവരുടെ പക്കൽ മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗത്തിന് പ്രതികൾ പണം കണ്ടെത്തിയത് ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്നാണ്. റാഗിങ്ങിനെക്കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിലെ 5 പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും കോട്ടയം എസ്.പി. ഷാഹുൽ ഹമീദ് കുറ്റപത്രത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജന്മദിനാഘോഷത്തിന് പണം നൽകാത്തതിനാലാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതും പ്രതികളെ പ്രകോപിപ്പിച്ചു. വിവരാവകാശത്തിനും രക്ഷയില്ല. പി.എസ്.സിക്ക് എല്ലാം രഹസ്യം. പി.എസ്.സി മാനുവലിലെ 21 അധ്യായഭാഗങ്ങളും റിക്രൂട്ട്മെന്റ് മാനുവലിലെ പ്രധാന 3 ഭാഗങ്ങളും രഹസ്യരേഖയെന്ന് സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നു. വിവരാവകാശ നിയമത്തിനും നടപടികളിലെ സുതാര്യതയും ഇന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്ത്. പി.എസ്.സി നടപടിക്രമങ്ങളും നിയമപ്രക്രിയയും ജീവനക്കാരുടെ വിവരങ്ങളും കണക്കുകളുമെല്ലാം രഹസ്യ വിവരങ്ങളെന്നാണ് വിശദീകരണം. ഇതിനിടെ പി.എസ്.സി ഓഫീസ് മാനുവലും റിക്രൂട്ട്മെന്റ് മാനുവലും രഹസ്യരേഖയല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രഹസ്യരേഖകൾ ഏതൊക്കെയെന്ന് വെളിപ്പെടുത്താൻ പി.എസ്.സിയോട് തന്നെ ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനും തടിതപ്പി. തുടർന്നാണ് മാനുവലിലെ 21 അധ്യായഭാഗങ്ങളും റിക്രൂട്ട്മെന്റ് മാനുവലിലെ പ്രധാന 3 അധ്യായഭാഗങ്ങളും ഉൾപ്പെടെ ഭൂരിഭാഗം വിവരങ്ങളും നടപടിക്രമങ്ങളും രഹസ്യരേഖയാണെന്ന് പി.എസ്.സി വെളിപ്പെടുത്തിയത്. സമരം കടുപ്പിക്കാൻ ആശമാർ. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധം. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ആശാപ്രവർത്തകർ. സമരം 50 ദിവസം തികയുന്ന തിങ്കളാഴ്ച പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. ആശാവർക്കർമാരോട് സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ ചർച്ച നടത്തി ആവശ്യങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കണം. 3 ആശമാരുടെ നിരാഹാര സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും സമരത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു.
സർക്കാർ എത്ര മുഖം തിരിച്ചാലും സമരവുമായി മുന്നോട്ടു പോകും. 50 ദിവസം കഴിഞ്ഞും സമരം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത സമരരീതികളിലേക്ക് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യു.ഡി.എഫ് ഭരണത്തിലുള്ള 10ലേറെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് അധിക വേതനം നൽകാൻ തനത് ഫണ്ടിൽ നിന്ന് തുക മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ പദ്ധതി നടപ്പാക്കാൻ കഴിയൂ. ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി തേടി സർക്കാരിനെ സമീപിക്കും എന്നാണ് സൂചന. ഈദിന് റോഡിൽ നമസ്കരിച്ചാൽ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്ന് യു.പി. പോലീസിന്റെ ഭീഷണി. റോഡിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നവരുടെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്ന് ഉത്തർപ്രദേശ് പോലീസ്. ഉത്തരവ് ലംഘിക്കുന്നവർ അറസ്റ്റ് ഉൾപ്പെടെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. അടുത്തുള്ള പള്ളിയിലോ ഈദ്ഗാഹിലോ നമസ്കരിക്കണമെന്ന് ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റോഡിൽ ഒരു കാരണവശാലും നമസ്കാരം അനുവദിക്കില്ലെന്നും മീററ്റ് എസ്.പി. ആയുഷ് വിക്രം സിംഗ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്താൽ പാസ്പോർട്ടിനും ലൈസൻസിനുമുള്ള നിരാക്ഷേപ പത്രം ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിലും പള്ളികൾക്കും ഈദ്ഗാഹിനും സമീപം അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിക്കും. ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ഷാഹി മസ്ജിദിലെ സർവേയെ തുടർന്ന് സംഘർഷമുണ്ടായ സംബലിലും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എസ്.പി. കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു. വീടുകളിൽ സംഘടിതമായി പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ അനുവദിക്കില്ല. ആളുകൾക്ക് അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്താം. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈദ് പ്രാർത്ഥന സംബന്ധിച്ച് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് അലിഗഡ് എസ്.പി. മൃഗാനിക് ശേഖർ പഥക് പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തരുതെന്ന യു.പി. സർക്കാരിന്റെ നിർദ്ദേശമാണ് പിന്തുടരുന്നത്. സമാധാന സമിതി യോഗം വിളിച്ച് ഇക്കാര്യം ആളുകളെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പോലീസ് നീക്കത്തിനെതിരെ രാഷ്ട്രീയ ലോക്ദൾ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ജയന്ത് സിംഗ് ചൌധരി രംഗത്തെത്തി. ഇംഗ്ലീഷ് എഴുത്തുകാരൻ ജോർജ് ഓർവെലിന്റെ ഭരണകൂട ഭീകരതയും അമിതാധികാര പ്രയോഗവും പ്രമേയമാക്കി 1984 എന്ന നോവൽ ഉദ്ധരിച്ചായിരുന്നു ചൌധരിയുടെ വിമർശനം. ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണം. ഗാസയിൽ മരണം 22. വാർത്ത മലയാള മനോരമയിൽ. ജെറുസലേം. ലെബനനിലെ ബെയ്റൂട്ട് നഗരത്തിലെ ഇസ്രായേൽ ബോംബാക്രമണം. ലെബനനിലെ ബെയ്റൂട്ട് നഗരത്തിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഹിസ്ബുല്ലയുമായി വെടിനിർത്തിയ നവംബറിന് ശേഷം ആദ്യമായാണ് ലെബനനിൽ ആക്രമണം. വടക്കൻ ഇസ്രായേലിലേക്ക് ഈ മാസം 22-ന് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണിത്. തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രമായ പാർപ്പിട സമുച്ചയം ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇസ്രായേൽ താമസക്കാരോട് ഒഴിയാനും ആവശ്യപ്പെട്ടു. ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ കേന്ദ്രത്തിലാണ് ബോംബിട്ടതെന്നും വ്യക്തമാക്കി. ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 22 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. യമനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൂത്തികളെ ലക്ഷ്യമിട്ട് ഇന്നലെയും യു.എസ്. വ്യോമാക്രമണം തുടർന്നു. ഈ മാസം 15-നാണ് യു.എസ്. ആക്രമണം ആരംഭിച്ചത്. യുദ്ധം നിർത്താനും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്താനും ആവശ്യപ്പെട്ട് ഇസ്രായേൽ ടെൽ അവീവ് അടക്കം വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലികൾ നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുമെന്ന് ട്രംപ്. വൈറ്റ് ഹൌസിൽ ഇഫ്താർ വിരുന്നൊരുക്കി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാഴാഴ്ച രാത്രി നടന്ന ഇഫ്താർ വിരുന്നിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ മുസ്ലിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി പറഞ്ഞു. ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. 2024-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ പിന്തുണച്ച ലക്ഷക്കണക്കിന് അമേരിക്കൻ മുസ്ലിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നവംബറിൽ മുസ്ലിം സമൂഹം ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും, ട്രംപ് പറഞ്ഞു. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തന്റെ ഭരണകൂടത്തിന്റെ നയതന്ത്ര ശ്രമങ്ങളെ യു.എസ്. പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. മുസ്ലിം സമുദായത്തിന് നൽകിയ വാക്ക് ഓരോ ദിവസവും പാലിക്കുന്നുണ്ട്. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞ അബ്രഹാം ഉടമ്പടികൾ പൂർത്തിയാക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും നിരന്തരമായ നയതന്ത്ര ശ്രമങ്ങളാണ് തന്റെ ഭരണകൂടം നടത്തുന്നത്.
ബൈഡൻ ഒന്നും ചെയ്യാതിരുന്ന അബ്രഹാം ഉടമ്പടികൾ ഞങ്ങൾ പൂർത്തിയാക്കും. നമുക്ക് വേണ്ടത് സമാധാനമാണെന്നും ട്രംപ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.